ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. ഇന്ന് നമ്മളെ കൂടെയുള്ള ഗസ്റ്റ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2024. ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് എ മോട്ടോഴ്സ് ചെമ്മാട് അരീന ബ്രാഞ്ചിലാണ്. നമ്മുടെ കൂടെ ഇപ്പം ഇവിടുത്തെ ഷോറൂം ടീം മെമ്പേഴ്സ് ഉണ്ട്. ഇവരൊക്കെ നമ്മളെ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ആണ്. ഇവരൊക്കെ ഇത് ഷബീബ് ബ്രോ ആളാണ് നമ്മളെ ഈ ഒരു ഷോറൂമിലോട്ട് ഇൻവൈറ്റ് ചെയ്തത്. ഇത് ഫാസിൽ ബ്രോ, ഇത് ലിതീഷ് ബ്രോ ആൻഡ് അശ്വതി മാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോറൂമിൻ്റെ ഈ ഒരു ലൊക്കാലിറ്റി, അതേപോലെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് നമ്മുടെ അശ്വതി മാം ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ മാഡം ഒന്ന് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. എൻ്റെ പേര് അശ്വതി. ഞാനിവിടെ ചെമ്മാട് എ മോട്ടോഴ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 13 വർഷമായി. നമ്മുടെ ഷോറൂം ഇവിടെ ഓപ്പൺ ആയിട്ട് 15 വർഷമായി. നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് റോഡിൽ മൈജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെമ്മാടിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ആണ്. അതായത് നമ്മുടെ ഒരുപാട് മുൻപുള്ള സീനിയേഴ്സ് എക്സിക്യൂട്ടീവ് ആണ് വരുന്നത്. അവർ ഇത്രയും വർഷം നമ്മുടെ ഷോറൂമിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതായത് കസ്റ്റമറായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കേസും ക്ലോസ് ചെയ്ത് ഡെലിവേഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ കംപ്ലൈന്റോ അങ്ങനെ ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഷോറൂം 15 വർഷമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാരുതിയുടെ സർവീസ്, ഇൻഷുറൻസ്, സെയിൽസ്, എന്ത് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് അശ്വതി മാം പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടി പുറത്ത് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വണ്ടിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ, ഇത് മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ ലേറ്റസ്റ്റ് മോഡൽ ZXi എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്വിഫ്റ്റിലോട്ട് വരുന്ന സമയത്ത് ഏകദേശം 5ഓളം വേരിയൻസിൽ നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് അവൈലബിൾ ആണ്. അതിൽ സ്റ്റാർട്ടിങ് LXi, പിന്നെ VXi ഓപ്ഷൻ, അതുപോലെ തന്നെ ZXi പ്ലസ്, ഇങ്ങനത്തെ 5 വേരിയന്റിലാണ് നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് അവൈലബിൾ ആവുന്നത്. അപ്പം ഈ ഒരു ZXiലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അലോയ് വീൽസ് നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലും അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ എന്തായാലും ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ അകത്ത് കയറിയിട്ട് എന്തായാലും പറഞ്ഞുതരാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു വണ്ടീന്റെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഇതിന്റെ 3rd ജനറേഷൻ സ്വിഫ്റ്റ് എന്നൊക്കെ ഒരുപാട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പമ്പറൊക്കെ ഒരു ന്യൂ മോഡൽ പമ്പറാണ്. പിന്നെ ഈ ഒരു ഗ്രില്ലിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴും ഒരു പിയാനോ ബ്ലാക്കിലുള്ള ഒരു ഹണികോം ഗ്രിൽ സെറ്റപ്പിലാണ് ഇതിന്റെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു എംബ്ലത്തിന്റെ ഭാഗത്തോട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു സുസുക്കിന്റെ ഈ ഒരു എംബ്ലം മുന്നത്തെ വേർഷനിൽ നമ്മളെ ബമ്പറിൽ ഈ ഒരു അടിയിലായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇതിലോട്ട് വരുന്ന സമയത്ത് അത് സെൻട്രൽ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബോണറ്റിന്റെ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടർ ലൈൻ, ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു സംഭവമാണ്. ഇതിങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് വരുന്നത് ഈ ഒരു വണ്ടീന്റെ ബോഡിയിലൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് വരെ പോകുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഭയങ്കര ഷാർപ്പറായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ആ ഒരു ക്യാരക്ടർ ലൈനിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കുറെ ലൈൻസും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണാം. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് സിസ്റ്റം ആണ് ഇതിൽ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് LXi വേരിയന്റ് മുതൽ നമുക്ക് പ്രൊജക്ടർ അവൈലബിൾ ആണ്. പക്ഷേ LED പ്രൊജക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ZXi എന്ന് പറയുന്ന വേരിയന്റ് മുതലാണ്. അപ്പം അതിന്റെ താഴോട്ടുള്ള വേരിയന്റിലൊക്കെ നമുക്ക് ഹാലോജൻ സെറ്റപ്പിലാണ് ഇതിന്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡമ്മി പീസ് ആണുള്ളത്. പക്ഷെ നമുക്ക് ZXi പ്ലസിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഫോഗ് ലാമ്പും കൂടെ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ താഴത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഒരു സ്പ്ലിറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീൽസിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അലോയ് വീൽസ് ആണ് ഈ ഒരു ZXi വേരിയന്റിൽ വന്നിട്ടുള്ളത്. അലോയ് വീൽസ് എന്ന് പറയുമ്പോൾ 15 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് ഇതിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതൊരു സിൽവർ ഷെയ്ഡിങ്ങിലാണ് ഇതിന്റെ ആ ഒരു കളറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സെൻട്രൽ ഇതിന്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ നേരെ താഴെയുള്ള മോഡലിലൊക്കെ, അതായത് VXi ഓപ്ഷൻ അതിന്റെ നേരെ താഴോട്ടൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് നോർമൽ ഡിസ്ക് വീലാണ് കിട്ടുന്നത്. ZXi മുതൽ നമുക്ക് അലോയ് വീൽ അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സുസുക്കിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് മിറർ സിസ്റ്റം തന്നെയാണ്. അതിലൊരു LED ഇൻഡിക്കേറ്റർ യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡോർ ഹാൻഡിലിന്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ മാരുതിന്റെ മുന്നത്തെ മോഡലിലൊക്കെ ഉള്ള അതേ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വണ്ടീന്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുന്നത്തെ ജനറേഷനിൽ നമുക്ക് ഹാൻഡിൽ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് വരുന്ന ആ ഒരു ക്യാരക്ടർ ലൈൻ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. അതായത് വണ്ടീന്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു ലൈൻ ഇങ്ങനെ ചുറ്റുഭാഗത്ത് കൂടി കവർ ചെയ്തിട്ടാണ് പോകുന്നത്. ബാക്കിലോട്ട് വരുമ്പം ഈ ഒരു ടൈൽ ലാമ്പിന്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. LED
ഹാലോജൻ രണ്ട് ടൈപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലാമ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സി പോലത്തെ ഷേപ്പിലൊക്കെയാണ് ഇതിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കാണാൻ മുന്നത്തെ വേർഷനേക്കാളും കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, നല്ലൊരു സ്പോർട്ടി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബമ്പറിൽ ഒരുപാട് പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാം. സെൻട്രൽ സുസുക്കിന്റെ ഒരു എംബ്ലം, അതേപോലെ തന്നെ സ്വിഫ്റ്റിന്റെ ഒരു ബാഡ്ജിങ്, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു വൈപ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. അത് നമുക്ക് ZXi മുതലാണ് അവൈലബിൾ ആവുന്നത്. പിന്നെ വണ്ടീന്റെ മൊത്തത്തിലുള്ള ഒരു ലെങ്ത്തിലോട്ടൊക്കെ നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. ഹൈറ്റും കുറച്ച് മൈനസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടീന്റെ അകത്ത് കയറിയിട്ട് സംസാരിക്കാം. ഗൈസ്, അപ്പം ആദ്യം തന്നെ ഈ ഒരു വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു, അതായത് ഇപ്പൊ ഇവിടുന്ന് ഇരുന്നിട്ടുള്ള ആ ഒരു ഫ്രണ്ടിലോട്ടുള്ള കോക്പിറ്റ് വ്യൂ ഒക്കെ ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാഷിന്റെ ഒരു ചേഞ്ച്, അതായത് നല്ല രീതിയിൽ ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പം പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു സ്പോർട്ടി പ്ലസ് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് തീമിലാണ് ഇതിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു സെന്ററിലൂടെ ഒരു സിൽവർ ഷെയ്ഡിലുള്ള ഒരു ലൈനും കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു ഡാഷിന്റെ ഡിസൈൻ കണ്ട ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കർവ് ചെയ്തിട്ട് അതായത് ഡ്രൈവേഴ്സ് കാർ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തോട്ട് ചെറിയൊരു ചെരുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സെൻട്രൽ AC കൺസോളിന്റെ ആ ഒരു AC-ന്റെ കൺട്രോളിന്റെ ആ ഒരു ഭാഗത്തോടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്, അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡാഷിന്റെ ഈ ഒരു സെന്ററിലോട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു 7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിൽ വരുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, പിന്നെ സുസുക്കി കണക്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല കാണുന്ന സമയത്ത്. പിന്നെ നാവിഗേഷൻ സിസ്റ്റം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന്റെ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു AC വെന്റിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പുതിയൊരു ഡിസൈൻ ആട്ടോ, നല്ല രസമുണ്ട് കാണുന്ന സമയത്ത്. ഇതൊക്കെ സെൻട്രൽ നമ്മൾ ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ AC കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് AC-യിൽ വന്നിട്ടുള്ളത്. അതിന്റെ AC-ന്റെ ഫാന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ആണിത്. ഇപ്പുറത്ത് നമ്മൾ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അതേപോലെ അതിന്റെ ബാക്കി കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാം. അപ്പൊ അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീലിംഗ് ആണ് നമുക്ക് ഇതിന്റെ ഒരു മുന്നത്തെ സ്വിഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് വരുമ്പോൾ മനസ്സിലാവുന്നത്. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 12 വോൾട്ടിന്റെ ഒരു പോർട്ട് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് സിഗരറ്റ് ലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, വേണമെങ്കിൽ ചാർജറിന്റെ അഡാപ്റ്റർ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു USB പോർട്ട് ഉണ്ട്. ഇവിടെ താഴെയായിട്ട് നമുക്കൊരു വയർലെസ് ചാർജിങ്ങും ഈ ഒരു ZXi നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണാം. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിന്റെ ഒരു കീന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് സുസുക്കിയിൽ മുന്നേ വരുന്ന ആ ഒരു റിമോട്ട് കീ തന്നെയാണ്. ഇപ്പം ZXi-യിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്ന പോലെ തന്നെ ഇതിന്റെ നേരെ താഴെയുള്ള VXi ഓപ്ഷനിൽ നമുക്ക് VXi ഓപ്ഷൻ മുതൽ നമുക്ക് ഈ ഒരു കീ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിന്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 2 ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു 3 സ്പോക്ക് സുസുക്കിയിൽ കുറെ കാലമായിട്ട് അവർ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസൈൻ, അല്ലെങ്കിൽ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. സെൻട്രൽ സുസുക്കിന്റെ ഒരു ബാഡ്ജിയും കാണാം. ഇവിടെ നമ്മളെ വോളിയം അപ്പ് ആൻഡ് ഡൗണിന്റെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ബാക്കി വോയിസ് കമാൻഡ് അങ്ങനത്തെ ബട്ടണൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിന്റെ ഔട്ടറിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇത് ലെതർ റാപ്ഡ് അല്ല. ZXi പ്ലസിലോട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലും കൂടെ അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ ആ ഒരു ക്ലസ്റ്ററിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴാണ്, ഈ ഒരു ക്ലസ്റ്ററിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറയാം. ഒരു പുതിയൊരു ഡിസൈൻ ആണ് ഇതിന്റെ ഒരു ക്ലസ്റ്ററിന്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്ററിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ഔട്ടർ റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു സിൽവർ കളറിൽ. അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഔട്ടർ സർക്കിളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അത് രണ്ടും 2 രീതിയിൽ കൊടുത്തത് ഒരു വെറൈറ്റി ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. RPM മീറ്ററിൽ നമുക്ക് ഏകദേശം കണ്ടോ ഒരു 6000 RPM മുതൽ അങ്ങോട്ട് റെഡ് ലൈൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെൻട്രലോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഡോർ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചറിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതേപോലെ ടൈം കാണിക്കുന്നുണ്ട്. താഴെ നമുക്ക് ഫ്യൂൽ ഗേജ് ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ZXi പ്ലസിലോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു അപ്ഡേറ്റഡ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ, അതേപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ബട്ടൺ, അതേപോലെ താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ, പിന്നെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ആ ഒരു ബട്ടണാണ് ആ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. സെൻട്രൽ മിററിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു മാനുവൽ മിററാണ് വന്നിട്ടുള്ളത്. സൺവൈസറിന്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരു വാനിറ്റി മിററോട് കൂടി വന്നിട്ടുള്ള ഒരു സൺവൈസർ ആണ്. സെന്ററിൽ നമ്മൾ ഡോർ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഡോറിന്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡോറിന്റെ ഡിസൈന് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളും കൊടുത്തിരുന്നു, വളരെ രസമുണ്ട് കാണാൻ. പിന്നെ സുസുക്കിന്റെ ആ ഒരു കുറെ കാലമായിട്ട് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു
ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് കാണാം. പിന്നെ മിററിന്റെ ഒരു മിറർ റൊട്ടേറ്റ് ചെയ്യാനുള്ള മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കിന്റെ പവർ വിൻഡോന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഡോർ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഹാൻഡിൽ ഈ ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ ഹോൾഡറിന്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ലിറ്ററിന്റെ ഒക്കെ ഒരു ബോട്ടിലൊക്കെ കുഴപ്പമില്ലാതെ വെക്കാൻ പറ്റും. എന്നാൽ ചെറിയൊരു കൺജസ്റ്റൻ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വല്ല പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ വെക്കാൻ പറ്റും. ഒരു ഭാഗത്തായിട്ട് ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിവർ ഇവിടെ ഉണ്ട്. ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട്. ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്തായാലും എഞ്ചിൻ്റെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് എന്തായാലും ബാക്കിലോട്ട് കയറിയിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളുള്ളത് നോക്കാം. ഗൈസ്, അപ്പം ഞാൻ ഈ ഒരു വണ്ടീൻ്റെ ബാക്കിൽ ഇരിക്കുന്ന സമയത്ത്, ബാക്കിലത്തെ ഈ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള, അപ്പോൾ ഇതിൻ്റെ ഒരു ചെരുവും കാര്യങ്ങളൊന്നും ഇതിൻ്റെ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഇരിപ്പം തന്നെയാണ്. അതുപോലെ എൻ്റെ ഒരു കാല് വെച്ചിരിക്കുന്ന ആ ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനി കുറച്ച് മുന്നിലോട്ട് ഇങ്ങനെ വെക്കാം, കുറച്ച് ബാക്കിലോട്ട് വെക്കാം. അപ്പം ഈ ഒരു സീറ്റ് ഞാൻ മാക്സിമം ബാക്കിലോട്ടാണ് ഇട്ടുള്ളത്. കുറച്ച് മുന്നിലോട്ട് എന്തായാലും ഇടാനുണ്ടാവും. അങ്ങനെ ഇടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ബാക്കിൽ ഇരിക്കാൻ പറ്റും. അപ്പം അതൊക്കെ ഭയങ്കര ഒരു കംഫർട്ടിനാണ് അതിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഈ ഒരു സീറ്റ്, അതായത് സീറ്റ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ ഫ്രണ്ടിൽ കാണിച്ചു തരാൻ വിട്ടുപോയതാണ്. അപ്പം ഈ ഒരു സീറ്റ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഫാബ്രിക് മെറ്റീരിയലാണ്. അത് ലെതറും കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ സീറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഭയങ്കര കംഫർട്ടാട്ടോ ഇരിക്കുന്ന സമയത്തൊക്കെ. പിന്നെ ബാക്കത്തെ സീറ്റിൻ്റെ ആ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ സെൻറ്ററിൽ നമുക്ക് ഞാൻ നേരത്തെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു USB പോർട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചാർജിങ്ങിനുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ഈ ഒരു ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ AC വെൻറ്റും റെയർ AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കത്തെ ഈ ഒരു ഡോർ പാനലിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കണ്ട അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേ കാണാൻ പറ്റും. ക്രോം ഫിനിഷിങ്ങുള്ള ഒരു ഡോർ ഹാൻഡിൽ, പിന്നെ പവർ വിൻഡോൻ്റെ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വലിയ ബോട്ടിലൊന്നും പോകുന്നു തോന്നുന്നില്ല. ഒരു 500 ml ഒക്കെ ഒരു ബോട്ടിലൊക്കെ ആയിരിക്കും നല്ല കംഫർട്ടായിട്ട് ഇതിൽ പോവുക. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വണ്ടീൻ്റെ അകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ എന്തായാലും കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്തിട്ട് എഞ്ചിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അതേപോലെ തന്നെ ബാക്കിലെ ബൂട്ട് സ്പേസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് അതും കാണിച്ചു തരാം. ഗൈസ്, അപ്പം ഈ ഒരു വണ്ടീൻ്റെ എഞ്ചിൻ ഫാൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ മാരുതിൻ്റെ തന്നെ ലേറ്റസ്റ്റ് മോഡൽ Z സീരീസിൽ വരുന്ന എഞ്ചിനാണ്. ഇതിൻ്റെ മുന്നൊക്കെ K സീരീസ് എഞ്ചിനായിരുന്നു സ്വിഫ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പുതിയൊരു എഞ്ചിനാണ്. നല്ലൊരു മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഈ വണ്ടീൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സിലിണ്ടർ എഞ്ചിനാട്ടോ വന്നിട്ടുള്ളത്. മുന്നത്തെ മോഡലിലൊക്കെ നമുക്കൊരു 4 സിലിണ്ടർ എഞ്ചിനായിരുന്നു. ഇതിപ്പോൾ 3 സിലിണ്ടർ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആവുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. എന്നിട്ട് ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാം. അപ്പം ഈ ഒരു ബൂട്ട് സ്പേസിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പം 265 ലിറ്ററാണ് ഇതിൻ്റെ മാക്സിമം ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ നേരെ മുന്നത്തെ വേർഷനിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ മുന്നത്തെ ജനറേഷനിലുണ്ടായിരുന്ന ഒരു സ്പേസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 3 ലിറ്ററോളം നമുക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ ചെറിയൊരു കുറവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സീറ്റ് 60/40 സ്പ്ലിറ്റബിൾ സീറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പാർസൽ ട്രെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പെയർ വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. ഗൈസ്, അപ്പം ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പം ഇതിൻ്റെ ഒരു വൈബ്രേഷൻ അതേപോലെ പവറിൻ്റെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ വരുമോ എന്നുള്ളത് ഒരു ഡൗട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷേ മെയിനായിട്ട് ഈ ഒരു 3 സിലിണ്ടർ ആയതിൻ്റെ ഒരു ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മൈലേജിൽ ചെറിയ രീതിയിലുള്ള എന്തായാലും മാറ്റം വന്നിട്ടുണ്ടാവും. ഏകദേശം ഒരു 25 കിലോമീറ്ററിൻ്റെ മുകളിലാണ് കമ്പനി ഇതിന് മൈലേജും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു 22 കിലോമീറ്റർ പെർ ലിറ്റർ ഒക്കെ എന്തായാലും ഷുവറായിട്ട് കിട്ടും. അപ്പം പിന്നെ അതേപോലെ തന്നെ 3 സിലിണ്ടർ ആയതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു പുള്ളിങ്ങിലൊക്കെ വലിയ വ്യത്യാസം വരും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നല്ല കാലം കൊടുത്ത് 1-2 പ്രാവശ്യം ഇപ്പോൾ ഓടിച്ചു നോക്കി. അപ്പോൾ ആ ഒരു സമയത്തൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ വൈബ്രേഷൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള വൈബ്രേഷൻസ് ഒന്നും ഇല്ല. ഞാൻ മുമ്പ് പോളോ ഒക്കെ ഓടിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു 3 സിലിണ്ടർ എഞ്ചിൻ ഉണ്ട്. അപ്പം അതിലും കാര്യമായിട്ട് വൈബ്രേഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിലും ഒരു 3 സിലിണ്ടർ എഞ്ചിൻ ആണെന്ന് ഉള്ള ആ ഒരു ഇത് കാണിക്കുന്നതില്ല. ഇത് ഓടിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടാണ്. സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതേപോലെ തന്നെ സേഫ്റ്റിൻ്റെ ഭാഗത്തോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗോട് കൂടിയിട്ടാണ് ഈ ഒരു വണ്ടി LXi വേരിയന്റ് മുതൽ നമുക്ക് കിട്ടുന്നത്. സേഫ്റ്റി ഓക്കെയാണ്, അതേപോലെ സസ്പെൻഷനും ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ ഒരു യാതൊരു വിധത്തിലുള്ള ഒരു പ്രോബ്ലംസ് കാര്യങ്ങളും കാണിക്കുന്നില്ല. ഇപ്പം
കണ്ടോ, ഇപ്പോൾ ചെറിയൊരു കയറ്റാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഇങ്ങനെ ചാടുകയാണ് ഇത് കൊടുക്കുന്ന സമയത്ത്. നല്ലൊരു പുള്ളിങ് തന്നെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതിൽ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെമ്മാടുള്ള അരേന മോട്ടോഴ്സിലുള്ള ഷെബി ബ്രോ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ആളെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആളെ എന്തായാലും കോൺടാക്ട് ചെയ്യാം. അപ്പം അടുത്ത ഓരോരോ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.